നമ്മുടെ ആദ്യത്തെ ഓറിയന്റേഷൻ പരിപാടിയാണ്. ഇന്ന് ഞങ്ങൾ 9 മണിൻ്റെ പരിപാടിക്ക് 9:16 പോകുന്നത്. സോ പിള്ളേർ ചീത്ത കേൾക്കുക വെക്കില്ലത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒരേ കൃത്യനിഷ്ഠതന്, അതുകൊണ്ട് എല്ലാവരും ആ സമയത്തേക്ക് തന്നെ എത്തി. അങ്ങനെ ആങ്കറിങ്ങിനുള്ള പ്രാക്ടീസ് തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഇഷ്മി സൻഹി. അങ്ങനെ മനസ്സെല്ലാം നന്നാക്കി നമ്മൾ പരിപാടി കിടക്കുക. അപ്പോത്തിനും പിന്നെ നമ്മളെ ഗസ്റ്റ് എത്തി. നമ്മളെ മെയിൻ ഗസ്റ്റുകളാണ് സണ്ണി സാറും ഷിഹാബ് സാറെ പറ്റി പറയുകയാണെങ്കിൽ ഷിഹാബ് സാർ വലിയൊരു സംഭവമാണ്. സണ്ണി സാറാണെങ്കിൽ ഐക്കും വലിയ സംഭവം. NSS എന്താണെന്നും കൂടെ അറിയാത്ത ഞങ്ങൾക്ക് NSSനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും നല്ല ഉള്ളിൽ തട്ടി രണ്ടാളും ക്ലാസ് എടുത്തത്. അപ്പോഴല്ലേ മനസ്സിലായത് ഇതിപ്പോ എങ്ങനെ തുടങ്ങിയതാന്ന്, എവിടെ തുടങ്ങിയത്. പിന്നെ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് കാര്യങ്ങൾ പറയാൻ. അതിന്റെ ഇടയിൽ ഇബദാ സാധനമൊക്കെ പിടിച്ച് തിരിക്കും. ചോറ് കഴിക്കാൻ നേരമായപ്പോ ഓരോന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങണുണ്ടപ്പോ ഓളെ വിളിച്ച് റിവ്യൂ പറയാൻ പറഞ്ഞു. എന്തായാലും റിവ്യൂ ഓള് കത്തിച്ച്. അങ്ങനെ ചോറ് കഴിക്കാൻ നേരമായപ്പോ ചായ വരും. NSS പിന്നെ എങ്ങനെയാണ് മുബഷിർ സാർ അതേ പറഞ്ഞിരിക്കണം. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റൂല. സെക്രട്ടറി ഇത് ശരിയല്ല. ചായക്ക് എന്തെങ്കിലും ഞമ്മക്ക് ചായ എന്നിട്ട് ഓരോ ഫോട്ടോ എന്തായാലും ഓളെ കൂട്ടാതെ ഫോട്ടോ എടുത്ത് ഓൾക്ക് തീരെ പറ്റിയിട്ടില്ല. എന്നാലും ഇപ്പൊ ഗസ്റ്റിലുള്ള വെള്ളമൊക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ മോശല്ലേ. ഇനി നമ്മളെ ഷാമിൽ സാറെ സെഷൻ, പിന്നെ പന്തലായി റീത്തായി. ഓരോരുത്തരും മരിച്ചെടുക്കണം, ഓരോരുത്തരും വ്ളോഗ് എടുക്കണം, എന്തൊക്കെയാപ്പോ. പിന്നെ ഞങ്ങളോട് ഞങ്ങളെ തന്നെ വരക്കാൻ. ഇതൊക്കെ എന്ത് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. അടുത്ത ഞങ്ങളോട് എയറോപ്ലെയിൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് പിടിച്ച് പറക്കണം. നെടുമ്പാശ്ശേരി എയർപോർട്ടിലും കൂടെ കാണൂല ഇത്രയും തിരക്ക്. തരണം പി ദാവോരം ഉങ്ങളോ. അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകീയമായ എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഇതിപ്പോ അവസാനത്തേക്ക് ഇപ്പൊ ഞങ്ങളും കൂടെ സൈക്കോ ആയ സാറ് പിന്നെ ഒരു സൈക്കോ ആണ്. സാർ ആദ്യം തന്നെ പറഞ്ഞാണല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ ജാസിം സാർ എത്തിയിരുന്നു. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.